കോൺഗ്രസ്സുകാർക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിനേക്കാൾ ഇഷ്ടം പാകിസ്ഥാൻ്റെ സ്വാതന്ത്ര്യദിനത്തിന് ആശംസകൾ നേരാനാണ്. ആൻ്റണിയുടെ സഹപ്രവർത്തകനായിട്ടുള്ള രാഷ്ട്രീയ നേതാവ് റജി പൂവത്തൂർ എന്ന് പറയുന്ന ആൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നുണ്ട്, പക്ഷേ ഇത് പാകിസ്ഥാൻ്റേതാണ്. പങ്കുവെക്കുന്ന ചിത്രവും അങ്ങനെയാണ്. ഇത് കോൺഗ്രസിൻ്റെ ഒരു സംസ്കാരമാണ്. സാറിൻ്റെ അഭിപ്രായം എന്താണ്? അല്ല, അത് കോൺഗ്രസ്സുകാർക്ക് ഇതൊക്കെ ചെയ്യാൻ അധികാരമുണ്ട്. കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ഇന്നത്തെ കോൺഗ്രസ്സിന് ഒരു ബന്ധവുമില്ല. ഒരു ധൈര്യം കോൺഗ്രസ്സിന് കേസ് കൊടുക്കട്ടെ. അവർക്ക് എന്ത് ബന്ധമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലുള്ളത്? ഇന്ത്യയെ വഞ്ചിച്ച ചരിത്രമാണ് കോൺഗ്രസ്സിനുള്ളത്. നെഹ്റു കുടുംബത്തിൻ്റെ പാരമ്പര്യം അതാണ്. ഈ പാരമ്പര്യത്തിൽ തന്നെയാണ് റജീവ് പൂവത്തൂരിലുള്ളത്. അയാളുടെ പോസ്റ്റ് എന്താ ഉള്ളത്? അയാൾ ആഗസ്റ്റ് മാസം 14-ാം തീയതി, സാധാരണ ആഗസ്റ്റ് 15-ാം തീയതിയാണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനത്തിലാണ് നമ്മളെല്ലാവരും ആശംസകൾ നേരാറ്. ഇയാൾ ആഗസ്റ്റ് 14-ാം തീയതി ഇയാളുടെ പ്രിയപ്പെട്ട രാജ്യമായിരിക്കുന്ന പാകിസ്ഥാൻ്റെ ഐക്യത്തിന് വേണ്ടി, വിജയത്തിന് വേണ്ടിയിട്ട് ആശംസകൾ നേരുകയാണ് ഇയാളുടെ ഫേസ്ബുക്കിൽ കൂടി. അതിന് കാരണം എങ്കിൽ കോൺഗ്രസ്സുകാരൻ്റെ മനസ്സ്, ഇയാൾ ആൻ്റണിയുടെ വളരെ പ്രിയപ്പെട്ട ആളാണ്, ആൻ്റണിയുടെ വലിയ അനുയായിയാണ്. അപ്പോൾ ആൻ്റണി അയാളുടെ നയം വ്യക്തമാക്കണം. ആൻ്റണി മാത്രം നയം വ്യക്തമാക്കിയ പോരാ, രാഹുൽ ഗാന്ധി നയം വ്യക്തമാക്കണം, സോണിയാഗാന്ധി നയം വ്യക്തമാക്കണം. ഇതിനൊക്കെ സാധ്യതയുണ്ട്. കാരണം ഇവർക്കാർക്ക് ഇന്ത്യയോട് യാതൊരു പ്രതിബദ്ധതയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇവരുടെ കോൺഗ്രസ്സുകാരൻ്റെ മനസ്സിലിരിപ്പ്, പ്രത്യേകിച്ച് ഇതിനെ സംബന്ധിച്ച് ദീർഘകാലങ്ങളായിട്ട് കോൺഗ്രസ്സുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നതിലും ദേശവിരുദ്ധ പ്രവർത്തനങ്ങളാണ്. ഈ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇവർ പാകിസ്ഥാന് വിജയാശംസ നേരാൻ എന്താ കാരണം? എന്താ? ഈ പാകിസ്ഥാനാണല്ലോ ഭാരതത്തിൽ ഇവരുടെ ഭരണകാലം 10 കൊല്ലക്കാലം ഉണ്ടായിരുന്നു. മൻമോഹൻ സിംഗ് ഭരിച്ച കാലം. മൻമോഹൻ സിംഗ് എന്ന് പറയുന്നതിൽ ഇത് ഒരു മൗനി ബാബയായിരുന്നു, ചുമ്മാ നോക്കിയിരിക്കുന്ന ഒരാൾ. ആ കാലത്ത് ഇവരെ നോക്കി ഭരിച്ചിരുന്നത് സാക്ഷാൽ സോണിയാഗാന്ധിയാണ്. ആ കാലത്ത് അവർ പാകിസ്ഥാൻ ഇന്ത്യയിൽ കട്ടുകൂട്ടിയിരിക്കുന്ന നിരവധി ഭീകര പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. ഇവിടെ ബോംബെയിലുള്ള മറ്റേ സംഭവങ്ങളടക്കം ഈ തരം സംഭവങ്ങൾക്കെല്ലാത്തിനും ചൂട്ടുപിടിച്ചത് കോൺഗ്രസ്സുകാരാണ്. ഇവരിതിനൊന്നും തള്ളിപ്പറഞ്ഞിട്ടില്ല. ഇവർ തള്ളിപ്പറഞ്ഞില്ല എന്ന് മാത്രമല്ല, പിന്നെ പിൽക്കാലത്ത് 2014 ശേഷം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്തുണ്ടായിട്ടുള്ള ബാലാക്കോട്ട് സംഭവത്തിലടക്കം, അല്ലെങ്കിൽ പഹൽഗാം സംഭവത്തിലടക്കം, ഈ സംഭവത്തിലേക്ക് ഇവർ നിലപാട് വ്യക്തമാക്കേണ്ടതാണ്. ഇവർ നിലപാട് വ്യക്തമാണ്. ഇവർ നിലപാട് വ്യക്തം എന്ന് വെച്ചാൽ ഇവർ എല്ലാം ദേശവിരുദ്ധമായിരിക്കുന്ന നിലപാടാണ്, ഇന്ത്യ വിരുദ്ധമായിരിക്കുന്ന നിലപാടാണ്, പാകിസ്ഥാൻ അനുകൂലിക്കുന്നതാണ്. ബാലാക്കോട്ടിൽ നമ്മൾ തിരിച്ച് പ്രത്യാക്രമണം നടത്തിയ സമയത്ത് ഇവരാവശ്യപ്പെട്ട അതിന് തെളിവെന്താണെന്ന് ചോദിച്ചത്. പഹൽഗാമിലേൽ എന്താ തെളിവെന്ന് അവർ ചോദിച്ചത്. ഇവർക്ക് തെളിവാണ് ആവശ്യം. ഇവർക്ക് യഥാർത്ഥത്തിൽ ഇന്ത്യക്കെതിരായിക്കൊണ്ട് പാകിസ്ഥാൻ നടത്തിയിരിക്കുന്ന നിരവധി ഭീകരപ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒന്നും തിരിച്ചടി കൊടുക്കുന്ന ആഗ്രഹം ഇവരെ സംബന്ധിച്ചില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ സാധാരണ പറയാറുണ്ട്, പഴയ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് അവിടെ പല മന്ത്രിമാർക്കും താല്പര്യമുണ്ടായിരുന്നു. അവിടെ ബോംബെയിൽ പാകിസ്ഥാൻ ആക്രമണം നടത്തിയ സമയത്ത് നല്ല ശക്തമായ തിരിച്ചടി കൊടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ആ തിരിച്ചടി കൊടുക്കാൻ സാധ്യമായില്ല. എന്താ എന്ത് പറഞ്ഞാലും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പറയും, നമ്മൾ ഏറ്റവും സമാധാനപരമായിരിക്കണം. ഇത് ഇന്ന് തുടങ്ങിയ ഏർപ്പാടല്ല. നെഹ്റു കുടുംബത്തിൻ്റെ പാരമ്പര്യം അതാണ്. 1947 പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ച സമയത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചെയ്തത്, ഇന്ത്യയുടെ കിലോമീറ്റർ കണക്കിന് ഭൂമി, ആ ഭൂമി പാകിസ്ഥാൻ്റെതായി. ഇപ്പോഴത്തെ POK അതാ. ഈ POK എന്ന് പറയുന്ന സ്ഥലം പാകിസ്ഥാൻ്റെതായ സമയത്ത് ഒരിക്കൽ നെഹ്റു ശക്തമായ നടപടിയെടുത്തില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ആ സംഭവം UN ഉന്നയിക്കാൻ വേണ്ടി പോയി. അവസാനം എന്താ UN പറഞ്ഞു സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞു. ആ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്ത സമയത്ത് ആ ഭൂമി പാകിസ്ഥാൻ്റെതായിട്ട് മാറി. അതാണ് ഇപ്പോഴത്തെ POK, പാക് ഓക്യുപ്പൈഡ് കാശ്മീർ എന്നതിന് പറയാം, പാക് അധീന കാശ്മീർ. അങ്ങനെയായിപ്പോയി. ഇന്ന് കോൺഗ്രസ്സുകാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഈ കോൺഗ്രസിൻ്റെ ആളുകളുടെ പരിശ്രമം പ്രധാനമായിട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ശത്രുക്കളാക്കണമെന്ന് മാത്രമല്ല, ഇന്ത്യയുടെ ഭൂവിഭാഗങ്ങൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ മറ്റ് ചില പാകിസ്ഥാനുകൾ ഉണ്ടാക്കണമെന്നുള്ള മോഹമാണ്. ഇത് ഇവർ പുതിയ സംഭവമൊന്നായിരുന്നില്ല. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ വന്ദേമാതരം ഏറ്റവും വലിയ ശക്തമായ ദേശീയ പ്രസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ ചൂടും നൽകിയിട്ടുള്ള ഒരു പദ്യശകലങ്ങളാണ് ശരിക്കത്. ആ ദേശീയ ഗീതത്തെ പോലും അവഹേളിക്കുന്ന കാര്യത്തിൽ സോണിയാഗാന്ധി വഹിച്ച പങ്ക് നമുക്കറിയാം. മല്ലികാർജുൻ ഖാർഗെ കോൺഗ്രസിൻ്റെ അധ്യക്ഷനാ, രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാ. ഇവരൊക്കെ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള വന്ദേമാതരം എന്ന് പറയുന്ന ഗീതം പൂർണ്ണമായിട്ട് ആലപിക്കുന്നതിന് എതിർത്തുകൊണ്ട് ആ സ്ത്രീ കാണിച്ച് വെപ്രാളം ഉണ്ടല്ലോ, സോണിയാഗാന്ധി, അവർക്ക് സഹിക്കുന്നില്ല. കാരണം ഈ സഹിക്കാതിരിക്കാനുള്ള കാരണം സോണിയാഗാന്ധിക്ക് അവരുടെ ബാക്ക്ഗ്രൗണ്ട് അതാണ്. സോണിയാഗാന്ധിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇവിടുത്തെ പ്രസിഡന്റായത് അവിചാരിതമായിരിക്കുന്ന സാഹചര്യത്തിലാണ്. നെഹ്റു കുടുംബത്തിൽ വന്നുവിട്ടതിൻ്റെ പേരിലാണ്. ഈ സ്ത്രീക്ക് യാതൊരു ദേശസ്നേഹം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ചെറിയ ഉദാഹരണം പറയട്ടെ. ഇവർ 1968
ആ സമയത്താണല്ലോ ഇവരെ കല്യാണം കഴിച്ചുകൂടെ കൊണ്ടുവന്നത്. ഇവരെന്നാ ഇവിടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എന്നെടുത്തത് 1984 ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ദേഹവിയോഗം ഉണ്ടായതിനു ശേഷം മാത്രമാണ് സോണിയാഗാന്ധി ഇന്ത്യയുടെ സിറ്റിസൺഷിപ്പ് എടുത്തത്. എന്ന് വെച്ചാൽ 16 കൊല്ലത്തോളം ഈ സ്ത്രീ ഇന്ത്യയിൽ താമസിച്ചത് ഇറ്റാലിയൻ പൗരയായിട്ടാണ്. അവർക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഒന്നും അവർക്കില്ല, പൗരത്വമൊന്നും അവർക്കില്ല. അവർക്ക് ഈ നാടിനോട് യാതൊരു സ്നേഹമുണ്ടെന്ന് വിശ്വസിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് പഴയ കാലത്തെ ഇടയ്ക്കവര് അവർക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെന്ന് വലിയ മോഹമൊക്കെ ഉണ്ടായി. ആ മോഹമൊക്കെ ഉണ്ടാക്കിയിട്ട് അവരെല്ലാ വാജ്പേയിക്ക് ഉണ്ടായിരുന്ന കാലത്ത് ഇവർക്ക് പ്രധാനമന്ത്രിയാകാനുള്ള മോഹം ഉണ്ടായതിൻ്റെ പേരിൽ ഇവരെല്ലാവരും കൂട്ടുപിടിച്ചു. ആ കൂട്ടുപിടിച്ച സമയത്ത് ഇവർക്ക് എതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ചത് മുലായം സിംഗ് യാദവാണ്. മുലായം സിംഗ് യാദവ് പറഞ്ഞ് സംഗതി കാര്യങ്ങൾ ഞങ്ങൾ BJPക്ക് എതിരാണ്, പക്ഷേ ഈ നാടിനെ വെട്ടിമുറിക്കാനുള്ള ഒരു നീക്കത്തിനെയും ഞങ്ങൾ നിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുലായം സിംഗ് യാദവ് ആ സമയത്ത് സോണിയാഗാന്ധിയുടെ പ്രധാനമന്ത്രി മോഹങ്ങളെ പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്തത് മുലായം സിംഗ് യാദവാണ്. അങ്ങനെ സോണിയാഗാന്ധിയെ സംബന്ധിച്ച്, ആ കുടുംബത്തെ സംബന്ധിച്ച് അവർ വന്ദേമാതരത്തിന്റെ പ്രശ്നത്തിൽ മാത്രമല്ല, ഇപ്പൊ ഈ പറയുന്ന റെജി എന്തായാലും പൂവത്തൂര് ഇയാളൊക്കെ ചെയ്ത പോലെ തന്നെ ഇവരെല്ലാം പാകിസ്ഥാനോട് ഇവർക്ക് താല്പര്യം. ഇവരുടെ താല്പര്യം ഭാരതത്തോടാണെന്ന് താല്പര്യം എന്ന് പറയാൻ സാധ്യമല്ല. ഈ പറയുന്ന കോൺഗ്രസ് പ്രസ്ഥാനം, ഇന്നത്തെ കോൺഗ്രസ് പ്രസ്ഥാനം ഇത് ആരംഭിക്കുന്ന 1969 നവംബർ മാസം 12-ാം തീയതിയാണ്. ഈ പറയുന്ന പ്രസ്ഥാനത്തിന്റെ പേര് ഇന്ദിരാ കോൺഗ്രസ്. ഇതിന്റെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒന്നുമല്ല. ഈ പറയുന്ന ഇന്ദിരാ കോൺഗ്രസിനകത്ത് ഒരാൾ പോലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളില്ല. അതിന്റെ സ്ഥാപികയായിരിക്കുന്ന ഇന്ദിരാഗാന്ധിക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരു ബന്ധവുമില്ല. അവർ ജനിച്ച 1917-ലാണ്. അവർ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളിൽ അവർ പങ്കെടുത്തിട്ടില്ല. കോൺഗ്രസിന്റെ ഏതൊക്കെ നേതാക്കന്മാരാണ് പങ്കെടുത്തിരിക്കുന്നത്? ഈ പറയുന്ന ഇന്ദിരാ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഓൾ ഇന്ത്യ അധ്യക്ഷൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇവരാരും പങ്കെടുത്തിട്ടില്ല. ഇവര് പാകിസ്ഥാനുമായിട്ടൊക്കെ യുദ്ധം ഉണ്ടാവുന്ന സമയത്ത് ആ യുദ്ധത്തിൽ പോലും ഇവരുടെയൊക്കെ നിലപാടുകൾ എന്തായിരുന്നു? 965 യുദ്ധം ഉണ്ടായി, 971 യുദ്ധം ഉണ്ടായി. 971 നമ്മൾ കിലോമീറ്റർ കണക്കിന് ഭൂമി പിടിച്ചെടുത്തു. നമ്മുടെ പട്ടാളക്കാർ തയ്യാറായിരുന്നു, മനേക്ഷ അടക്കം. അവർ ആ സമയത്ത് ലാഹോറിലേക്ക് മാർച്ച് ചെയ്തു പട്ടാളം. ആ സമയത്താണ് ഇന്ദിരാഗാന്ധി അവിടെ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയാണ്. അവർ അതിനുശേഷം സിംല കരാർ ഉണ്ടാക്കുന്നു. ആ കരാറിന് ശേഷം ഇവർ ഭൂമി വിട്ടുകൊടുക്കുന്നു. ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമല്ലേ? കാരണം പാകിസ്ഥാനുമായിട്ട് എക്കാലത്തും കോൺഗ്രസ് വച്ചു പുലർത്തിയിരുന്ന ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭാരതവിരുദ്ധമായിരുന്നു. ഈ ഭാരതവിരുദ്ധമായിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ച തന്നെയാണ് ഇതിപ്പോൾ നമ്മൾ ഇയാൾ കൂടി പത്തനംതിട്ടയിൽ കാണുന്നത്. ഈ വിഷയത്തിനകത്ത് പാർലമെന്റ് അംഗമായിരിക്കുന്ന അവിടെയുള്ള പാർലമെന്റ് അംഗം അയാളുടെ നിലപാടുകൾ വ്യക്തമാക്കേണ്ടതാണ്. ആന്റോ ആന്റണി അയാൾക്ക് ഇക്കാര്യത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് കോൺഗ്രസിന്റെ നയമാണ്. അയാളുടെ നയം വ്യക്തമാക്കണം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നയം വ്യക്തമാക്കണം. അല്ലെങ്കിൽ ഈ പറയുന്ന ആളിൽ പാർട്ടിയിൽ നിന്ന് പിടിച്ച് പുറത്താക്കാൻ സാധിക്കണം. പക്ഷേ ഇവർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ സാധ്യതയില്ല. അപ്പോൾ അയാൾ തിരിച്ച് ഇയാളുടെ ആന്റണിയോട് അയാൾ ചോദിക്കും, നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ നിലപാടെന്താണ്? സോണിയാഗാന്ധിയുടെ നിലപാടെന്താണ്? രാഹുൽ ഗാന്ധിയുടെ നിലപാടെന്താണ്? നിങ്ങൾ ബാലാക്കോട്ടിൽ അന്വേഷണം നടത്താനായിട്ട് ആവശ്യപ്പെട്ടവരാണ്, അതിന് തെളിവ് ചോദിച്ചവരാണ്. ഈ നാടിന് വിരുദ്ധമായ മുഴുവൻ കാര്യങ്ങളിലും ചൂട്ടുപിടിക്കുന്ന ആളുകളാണ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും എന്നുള്ള ആരോപണം തിരിച്ച് ഇയാൾ ഉന്നയിച്ചാൽ ഈ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ ഇത്തരം നേതാക്കന്മാരുടെ പ്രസ്താവനകൾ നമുക്ക് ചിലപ്പോൾ ലോക്കൽ നേതാവാന്നൊക്കെ തോന്നാം. ഇത് ലോക്കൽ നേതാവിൻ്റെ മാത്രമല്ല, ലോക്കൽ നേതാവിൻ്റെയും ജില്ലാ നേതാവിൻ്റെയും സംസ്ഥാന നേതാവിൻ്റെയും അഖിലേന്ത്യാ നേതാവിൻ്റെയും MP-മാരുടെ എല്ലാവരുടെയും നിലപാടുകൾ ഈ തരത്തിലാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയൊക്കെ ഇന്ത്യയിൽ നടന്നിരിക്കുന്ന സമരങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ആര് ഭരിച്ചോട്ടെ, അത് കോൺഗ്രസ് ഭരിച്ചോട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചോട്ടെ, പക്ഷെ ആര് ഭരിച്ചാലും ഈ നാടിനെ സ്നേഹിക്കുന്നൊരു ജനത ഉണ്ടാവണം. അതാണ് ഏറ്റവും വ്യക്തമാകുന്ന 1971 പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് യുദ്ധം ഉണ്ടാവുന്നത്. ആ യുദ്ധം ഉണ്ടാവുന്ന സമയത്ത് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് അടൽ ബിഹാരി വാജ്പേയി ആണ്. ആ സമയത്ത് വാജ്പേയി ഇത് ഇന്ദിരാഗാന്ധിക്ക് സർവ്വവിധ പിന്തുണയും കൊടുക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ ജയമല്ല ലക്ഷ്യം. തെരഞ്ഞെടുപ്പിൽ ജയത്തേക്കാളും പ്രധാനപ്പെട്ടത് രാജ്യത്തിന്റെ സുരക്ഷയാണെന്ന് ബോധ്യപ്പെടുത്തിയ ആളാണ് അടൽ ബിഹാരി വാജ്പേയി. ലാൽകൃഷ്ണ അദ്വാനി എങ്ങനെയായിരുന്നു? ഈ തരത്തിൽ പാരമ്പര്യമുള്ളത്. മറിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ ആണെങ്കിൽ ഭാരതവും പാകിസ്ഥാനുമായിട്ട് യുദ്ധം ഉണ്ടെങ്കിൽ ഈ യുദ്ധത്തിൽ ഒരിക്കലും ഇന്ത്യയുടെ കൂടെ നിൽക്കും ഇന്ന് ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ വിശ്വസിക്കാൻ സാധ്യമല്ല. ഏത് തരത്തിലാണ് 1962 സമയത്ത് യുദ്ധത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത നിലപാട്? ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയുടെ കൂടെ ആയിരുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഈ പറയുന്ന പാർട്ടികളുടെയൊക്കെ പേര് ഇതെല്ലാം വിദേശ ശക്തികൾ ഉണ്ടാക്കിയുള്ള പാർട്ടിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ദിരാ കോൺഗ്രസ്, ഈ പറയുന്ന പ്രസ്ഥാനങ്ങൾക്കൊക്കെ ഇവർക്ക് ഇന്ത്യ ഒരു ജീവിതമാർഗം മാത്രമാണ്. ഇവർക്ക് ഇന്ത്യയിൽ ജീവിക്കണം, ഇവർക്ക് പ്രധാനമന്ത്രിമാരാവണം, ഇവർക്ക് മന്ത്രിമാരാവണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ പേരെന്താ?
ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇവിടെയുള്ള ഭാരതത്തിലെ മറ്റ് പ്രസ്ഥാനങ്ങളുടെ പേരെന്താ? അഖില ഭാരതീയ ജനതാ പാർട്ടി, അല്ലെങ്കിൽ അഖില ഭാരതീയ ക്രാന്തിദള്, അഖില ഭാരതീയ സ്വതന്ത്ര പാർട്ടി. ഈ പ്രസ്ഥാനങ്ങൾക്കൊക്കെ ഒരു ഭാരതീയ സങ്കല്പം ഉണ്ടായിരുന്നുവെങ്കിൽ 1885 തുടങ്ങിയിട്ടുള്ള AFU എന്ന് പറയുന്ന ജില്ലാ കളക്ടറായിരുന്ന ആള്, അയാൾ തുടങ്ങിയിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആവിർഭാവത്തിന് ശേഷം ഇന്ത്യയിലെ എല്ലാ പ്രസ്ഥാനങ്ങളും ഇന്ത്യൻ നാഷണൽ, അത് കഴിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഈ പറയുന്ന പ്രസ്ഥാനങ്ങൾക്കൊന്നും ഈ ഭാരതത്തിനോട് കൂറില്ല, ഈ നാടിനോട് കൂറില്ല. അവർ കൂറ് വ്യക്തിപരമായിട്ടുള്ളതാണ്. ആ വ്യക്തിപരമായിട്ട് കൂറിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് നമ്മൾ ഇന്നിപ്പോൾ ഈ പറയുന്ന റജി പൂവത്തൂരിൻ്റെ പ്രസ്താവനയിൽ കൂടി, അയാളുടെ ഫേസ്ബുക്കിൽ കൂടി കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ അയാളുടെ ഫേസ്ബുക്കൊക്കെ എടുത്ത് കളഞ്ഞു എന്ന് തോന്നുന്നു. വല്ല അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പുറത്താണ്. ഏത് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പുറത്തെടുത്ത് കളഞ്ഞാലും കോൺഗ്രസിൻ്റെ തനിനിറമാണ് ഇതിൽ കൂടി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ തനിനിറം രാജ്യവിരുദ്ധമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എന്നെ സംബന്ധിച്ചില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.